വിശ്വസിക്കുന്നവരാൽ സകലവും കഴിയും എന്നൊരു വചനം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസമാണ് എല്ലാത്തിൻ്റെ ആയ കാര്യം. പക്ഷേ നമ്മുടെ കർത്താവ് ഈ വിശ്വാസം പഠിപ്പിക്കുമ്പോൾ കർത്താവ് വിശ്വാസം പഠിപ്പിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരെയാണ് കർത്താവിൻ്റെ ഓരോ അത്ഭുത പ്രവർത്തികൾ നടക്കുമ്പോഴും രോഗികളെ സൗഖ്യമാക്കുമ്പോഴും മറ്റ് വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും ഒക്കെ നടക്കുമ്പോൾ കർത്താവ് അതിനെക്കുറിച്ച് സംസാരിക്കാനും അതെങ്ങനെയാണ് സാധിച്ചതെന്നും അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തത് ശിഷ്യന്മാരെയാണ് കർത്താവ് വിശ്വാസം പഠിപ്പിക്കുകയും വിശ്വാസത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുകയും ചെയ്യണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജനങ്ങളെ കാണുമ്പോൾ കർത്താവ് ഒരിക്കലും അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ വിശ്വാസത്തിൻ്റെ കുറവെന്നവരെ താക്കീത് ചെയ്യുകയോ ഒന്നും കർത്താവ് ചെയ്തിട്ടില്ല. അവരോടെല്ലാം കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവരുടെ ജീവിതത്തിന് അവർക്ക് സൗഖ്യമാകുവാൻ, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള വിശ്വാസം അവരിൽ ഉണ്ടെന്ന ഉറപ്പ് വരുത്തി കർത്താവ് അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അവരോട് വലിയ വിശ്വാസത്തിൻ്റെ ക്ലാസ്സുകളോ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളോ ഒന്നും കർത്താവ് പഠിപ്പിച്ചില്ല. കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഓരോ വ്യക്തിക്കും അവരുടേതായ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആവശ്യമായിരിക്കുന്ന വിശ്വാസം അവരിൽ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം കർത്താവ് കൃത്യമായി ചെയ്തു, ദൈവം കൃത്യമായി ചെയ്തു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെ പരിഹരിക്കാനും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ജീവിതത്തിൽ കൈവരിക്കാനും നേടുവാനും ആവശ്യമായിരിക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാനായിട്ട് കഴിയും. എങ്ങനെയാണ് എന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കർത്താവിൽ നിന്ന് പഠിച്ച് നമുക്കത് പ്രാപിക്കാൻ കഴിയും. അല്ലെങ്കിൽ തന്നെ നമുക്കെല്ലാവർക്കും സാധാരണയായി ഒരു നോർമലായി ഇവിടെ ജീവിക്കാനുള്ളൊരു വിശ്വാസം എല്ലാവരിലും ദൈവം തന്നിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ളതായ കാര്യം നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ആ വിശ്വാസത്തെ തകർത്ത് കളയുന്ന ഭയം, സംശയം മുതലായ കാര്യങ്ങൾ ഈ നമുക്ക് നൽകപ്പെട്ട വിശ്വാസത്തെ ഇല്ലാതാക്കി കളയുന്നു. അതാണ് പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന നമ്മുടെ പകയും പിണക്കവും വിദ്വേഷവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വെറുപ്പ്, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കി കളയാം. അതിൻ്റെ കാരണം വിശ്വാസത്തിന് അതിനെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ട സമയത്ത് ആ വിശ്വാസത്തിൽ ദൈവം തന്ന ആ വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സന്തോഷവും സമാധാനപൂർണവും ഐശ്വര്യപൂർണവും സമൃദ്ധിയുമാക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഈ വിദ്വേഷവും വെറുപ്പും പകയും പിണക്കവും കുറ്റം പറച്ചിലും ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് സംശയങ്ങളുണ്ടാകുകയും നമ്മുടെ വിശ്വാസം ഉണങ്ങി വരണ്ടു പോവുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഇതെല്ലാം വിട്ടുകളയും. അതുകൊണ്ടാണ് കർത്താവ് കർത്താവ് പഠിപ്പിച്ചു തുടങ്ങും. സുവിശേഷന്മാർ ആദ്യം കർത്താവിൻ്റെ പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും രേഖപ്പെടുത്തുന്നത്, പിന്നെ കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ പഠിപ്പിക്കലുകളും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയൊക്കെ കാണിക്കുന്നത്. കാരണം ആദ്യം കർത്താവും ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, ഒരു സ്വഭാവ രൂപാന്തരം എല്ലാവർക്കും ഉണ്ടാകണം. അതാ കർത്താവ് പറഞ്ഞു, ആദ്യം നിങ്ങൾ ഗിരിപ്രഭാഷണം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഏത് തരത്തിലുള്ള ആൾക്കാരായാലും കർത്താവ് പറയും, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ സാഹചര്യം ഏതായി? ദുഃഖിക്കുന്നവരാണോ? നീതി നിഷേധിക്കപ്പെട്ടവരാണോ? എല്ലാ മേഖലയിലും നിങ്ങൾ ഭാഗ്യമുള്ളവരാണെന്നാണ് കർത്താവിൻ്റെ ആദ്യത്തെ കൺസെപ്റ്റ്. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നമുക്കത് സ്വയം പറയാൻ കഴിഞ്ഞാൽ തന്നെ എന്തുമാത്രം അത്ഭുതങ്ങൾ നടക്കുമെന്നറിയോ? ഐ എം എ ലക്കി, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ ഭാഗ്യം ചെയ്തവനാണ് എന്ന് സ്വയം പറയുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക. കർത്താവ് ആദ്യം പഠിപ്പിച്ചതാണ്, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഇനി നിങ്ങൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, ദുഃഖിക്കുന്നവരാണ്, നിങ്ങൾ ഭാഗ്യമുള്ളവരാ. കാരണം നിങ്ങൾക്കൊരാശ്വാസമുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കുക, കർത്താവ് ആദ്യം നിങ്ങളോട് പറയും നിങ്ങൾ ഭാഗ്യമുള്ളവരാണെന്നാണ്. കർത്താവ് മലമേൽ കയറിയിരുന്നു, പുരുഷാരത്തെ കണ്ടു, തൻ്റെ തിരുവായ് മൊഴിഞ്ഞ് അരുളി ചെയ്യുന്നിങ്ങനെയാണ്, ദുഃഖിക്കുന്നത് നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് എന്ന് തുടങ്ങിയാണ്. അപ്പോൾ നിങ്ങൾ പറയണം, ഞാൻ ഏത് സാഹചര്യം, ഞാൻ ചെറിയ വീട്ടിലാണോ ജനിച്ചത്, ഞാൻ ഭാഗ്യമുള്ളവനാ? ഞാൻ ദാരിദ്ര്യത്തിലാണോ ജനിച്ചത്? ഐ എം എ ലക്കി, ഞാൻ ഭാഗ്യമുള്ളവനാണ്. കാരണം എനിക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയും, എനിക്ക് വളരാൻ കഴിയും, കർത്താവിൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭാഗ്യമുള്ളവനാണെന്നുള്ള ചിന്തയാണ് ആദ്യം നമ്മളിൽ ഡെവലപ്പ് ആകേണ്ടത്. അതിനുശേഷം കർത്താവ് പറഞ്ഞ എന്താണ്? ക്ഷമിക്കാൻ പഠിക്കണം. കാരണം എല്ലാ മനുഷ്യരും നമ്മുടെ ഒരു സ്വഭാവക്കാരോ ഒരു രീതിക്കാരോ ഒന്നും ആയിരിക്കത്തില്ല. വിവിധ സംസ്കാരങ്ങൾ, വിവിധ ചിന്തകൾ, വിവിധ സാഹചര്യങ്ങളൊക്കെ ഉള്ളവരാ. ക്ഷമിക്കാൻ പഠിക്കുക, പൊറുക്കാൻ പഠിക്കുക, കൊടുക്കാൻ പഠിക്കുക, ഔദാര്യമായി ദാനം ചെയ്യുക. ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ അവിടെ ആരംഭിക്കുന്നത്. അപ്പം വിശ്വാസത്തിൻ്റെ ഈ അളവുകൾ ദൈവം എല്ലാ മനുഷ്യനിലും കർത്താവ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനെ തകർത്ത് കളയുന്നത് നമ്മുടെ നെഗറ്റീവ് സ്വഭാവങ്ങളാണ്. പെറുപെറുപ്പ്,
മടി, അലസത, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥകൾ, ചിന്താശേഷി ഇല്ലാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക, പഠിക്കാതിരിക്കുക, മനസ്സിലാക്കാതിരിക്കുക, ഒരു പൊട്ടനെ പോലെ ജീവിക്കുക, ഇതൊക്കെ കർത്താവ് തന്ന വിശ്വാസത്തെ തകർത്ത് കളയാൻ പര്യാപ്തമായതാണ്. ഇതെല്ലാം സംശയങ്ങളും ഭയവും നമ്മളിലുണ്ടാക്കും. സംശയവും ഭയവുമാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. എന്നാൽ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടണം. ബൈബിളിൽ വ്യക്തമായി പറഞ്ഞു, വിശ്വാസം എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ലാസറിനെ ഉയർപ്പിച്ചത് ലാസറിൻ്റെ വിശ്വാസം കണ്ടിട്ടൊന്നുമല്ല, യേശുവിൻ്റെ വിശ്വാസം അവിടെ പ്രകടമായി. നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതും യേശുവിൻ്റെ വിശ്വാസത്തിലാണ്, അല്ലാതെ ആ നൈനിലെ വിധവയുടെയോ മരിച്ചു കിടക്കുന്നവൻ്റെയോ കൊണ്ടുപോകുന്നവൻ്റെയോ വിശ്വാസമൊന്നും അല്ലായിരുന്നു. കർത്താവ് അത് ഏറ്റെടുത്തു, കർത്താവിൻ്റെ വിശ്വാസത്തിലാണ് അത് ചെയ്തതാണ്. അപ്പം നമ്മുടെ വിശ്വാസം വളർത്തി മറ്റുള്ളവർക്കും കൂടെ പ്രയോജനകരമാകുന്ന ഒരു വിശ്വാസം അതെല്ലാവർക്കും ചിലപ്പോൾ പ്രാപിക്കാൻ കഴിയുമെന്ന് വരികയല്ല. അതിന് മിഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ദൗത്യത്തിന് വേണ്ടി ജീവിക്കുന്നവർ, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് അങ്ങനെയാണ് ശുശ്രൂഷകന്മാരുണ്ടാകുന്നത്, ദൈവദാസന്മാരുണ്ടാകുന്നത്. അവരൊക്കെ അവരുടെ വിശ്വാസം അവർക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. അവരുടെ വിശ്വാസം വളർത്തി മറ്റുള്ള ഒരു ജനതയെ നയിക്കുവാൻ, ഒരു സമൂഹത്തെ നയിക്കുവാൻ, മറ്റുള്ളവരെ വിടുവിക്കുവാൻ. കർത്താവ് ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നുണ്ട്. അത് ആ പക്ഷപാതക്കാരൻ്റെ സൗഖ്യമല്ല, യേശുവിൻ്റെ സൗഖ്യമല്ല. അവിടെ വചനം പറയുന്നു, ചുമന്നു കൊണ്ടുവന്നവരുടെ സൗഖ്യം. ആ കട്ടിലിൽ അവനെ വീടിൻ്റെ മേൽപ്പൂര് വിളിച്ച് താഴോട്ടിറക്കിയവരുടെ വിശ്വാസം കണ്ടിട്ട് അവനെ സൗഖ്യമാക്കി. അങ്ങനെ ഉണ്ട് സമൂഹത്തിലെ ആൾക്കാർ. അവരെയാണ് നമ്മൾ ചിലപ്പോൾ പാസ്റ്റർമാരെന്നോ അച്ഛന്മാരെന്നോ ശുശ്രൂഷകരെന്നോ ഒക്കെ വിളിക്കുന്നത്. അവരുടെ വിശ്വാസം അവർ വളർത്തി വലുതാക്കി മറ്റുള്ളവരെ നയിക്കാൻ, മറ്റുള്ളവർക്ക് അത്ഭുതം വാങ്ങിച്ചു കൊടുക്കുവാൻ, മറ്റുള്ളവരുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമാക്കുവാൻ. കാരണം വിശ്വാസത്തിൽ ബലഹീനരായവരുണ്ട്. ആ ബലഹീനരായവരെ കുറ്റപ്പെടുത്തുകയോ കുറവ് പറയുകയോ ചെയ്യുകയല്ല, ആ ബലഹീനരായവർക്ക് വേണ്ടി മിഷൻ ഏറ്റെടുത്തവരുടെ, ദൗത്യം ഏറ്റെടുത്തവരുടെ, മിനിസ്ട്രിയിലുള്ളവരുടെ വിശ്വാസം ഉപയോഗിച്ച് അവരെ അനുഗ്രഹിക്കുക, അവരെ ബലപ്പെടുത്തുക, അവരുടെ ജീവിതം സന്തോഷവും സമാധാനപൂർണ്ണമാക്കി ഐശ്വര്യപൂർണ്ണമാക്കി മാറ്റുവാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ദൗത്യം. അതുകൊണ്ട് ഇപ്രകാരമുള്ളൊരു വിശ്വാസം ആർജിച്ചെടുക്കാൻ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന്, കർത്താവിൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് സാധിക്കുമെന്നുള്ളതാണ് കാര്യം. എന്നാൽ എല്ലാ വിശ്വാസികൾക്കും, എല്ലാ കർത്താവിൻ്റെ മക്കൾക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു വിശ്വാസം നേടിയെടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ബലഹീന വിശ്വാസമുണ്ട്. ചിലപ്പോൾ അവരും ശ്വാസത്തിൽ ബലഹീനരായിരിക്കാം. അവർക്ക് അവരുടെ കാര്യം പോലും തന്നെ വിശ്വാസത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നില്ലായിരിക്കാം. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയില്ല, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ്, നിങ്ങളുടെ വിശ്വാസമില്ലായ്മ കൊണ്ടാണ് എന്ന് കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് എനിക്കറിയാം, ഞാൻ കർണാടകയിലൊക്കെ പോയപ്പോൾ ഒരു പാസ്റ്ററിനെ എനിക്കറിയാം, പുള്ളി ആൾക്കാർ ചുമ്മാ ശപിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങളുടെ കുറവാണ്, നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് എല്ലാ സൺഡേയിലും ശാപം അവർ കേട്ടുകൊണ്ടിരിക്കുക. അതനുസരിച്ച് ആ ഒരു വിശ്വാസിയിൽ അവിടെ പോകുന്നത് നന്നായിട്ട് ജീവിക്കുന്നവർ, അനുഗ്രഹിക്കപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവരും. നമ്മൾ വിളിച്ചത് അതിനല്ല. നമ്മൾ വിളിച്ചത് നമ്മുടെ വിശ്വാസം കൊണ്ട് വിശ്വാസത്തിൽ ബലഹീനരായവരെ താങ്ങാനും കരുതാനും അവർക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒരുക്കി കൊടുക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ ഡിസൈപ്പിളായിട്ട് വിളിച്ചിരിക്കുന്നത്, കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസം കുറവുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വിശ്വാസത്തിൽ ജീവിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയും. നിങ്ങളുടെ സ്വഭാവത്തെ കർത്താവിൻ്റെ വചനപ്രകാരം ഒന്ന് രൂപപ്പെടുത്തിയാൽ മതി. 2, ശുശ്രൂഷകന്മാരായി ദൗത്യത്തിനായി വിളിച്ചവരാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മോശയെ പോലെ ചിലപ്പോൾ ലക്ഷങ്ങളെ നയിക്കുവാൻ നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം ട്രസ്റ്റ് ചെയ്യും. നിങ്ങളുടെ പ്രചോദനകരമായിരിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ വിശ്വാസത്തിലും വലിയൊരു ജനക്കൂട്ടം നിങ്ങളുടെ പുറകെ ഇറങ്ങിത്തിരിക്കും. അവർക്ക് ആവശ്യമായത് കൊടുത്തുകൊണ്ട് അവരെ മനോഹരമായ നാട്ടിലെത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൽ പുറപ്പെടുമ്പോൾ, അതിനിടയ്ക്ക് നിങ്ങൾ ലീഡർഷിപ്പ് ഏൽപ്പിക്കുമ്പോൾ അവർ വിശ്വാസമുള്ളവരല്ലെങ്കിൽ വലിയ നാശമുണ്ടാകും. മോശയ്ക്കതാ പറ്റിയത്. മോശ ഒറ്റ നോക്കാൻ ഇവർ പറഞ്ഞപ്പോൾ മോശ പറയുകയാണ്, കനാൻ നാട്ടിലേക്ക് കയറാൻ ചെയ്ത് നിൽക്കുക. അപ്പോൾ പറഞ്ഞു, നമുക്ക് നാളെ കനാൻ നാട്ടിലേക്ക് കയറാം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയുക, വേണ്ട, ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പഠിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. മോശ അനുവദിച്ചു. 12 പേരെ വിട്ടെങ്കിൽ 10 പേരും വിശ്വാസത്തിൽ കാണുന്നവരല്ലായിരുന്നു. അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു. അത് സാധാരണ ജനങ്ങളുടെ എല്ലാം വിശ്വാസത്തെ ഇടിച്ചു കളഞ്ഞത്. 2 പേരിൽ നിന്ന് അലറുന്നുണ്ട്, അങ്ങനല്ല, ദൈവം വിചാരിച്ചാൽ അത് സാധിക്കും, നമ്മളെ കൊണ്ട് നടക്കും. പക്ഷെ ഭൂരിപക്ഷത്തിൻ്റെ ശബ്ദത്തിൻ്റെ ആരവത്തിനിടയിൽ ഈ 2 പേരുടെ ശബ്ദം എങ്ങും എത്താതെ പോയി. സംഭവിച്ചതെന്നതാണ്, 40 വർഷമാണ് നഷ്ടപ്പെട്ടത്.
ഒരു ലീഡർഷിപ്പിൽ ഒരു ചെറിയ പിഴവ് വന്നപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ 40 വർഷം ഒരു തലമുറ മുഴുവൻ മരുഭൂമിയിൽ പട്ടുപോയി. ലീഡർഷിപ്പ് ഈസ് നോട്ട് എ ഈസി. ലീഡർഷിപ്പ് ഈസ് നോട്ട് എ സിമ്പിൾ സില്ലി തിങ്സ്. ഇറ്റ് ഈസ് വെരി സീരിയസ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് വിച്ച് ഗാഡ് എൻട്രസ്റ്റഡ് ഓൺ ദ ഹ്യൂമൻ ബീയിങ്. ലീഡർഷിപ്പ് അത്ര പ്രാധാന്യത്തോടെയാണ് കർത്താവ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് മോശയെ തന്നെ വിളിച്ചുകൊണ്ട് വന്നത്. മോശയുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് 40 വർഷം ഒരു വലിയ ജനക്കൂട്ടം അലയേണ്ടി വന്നു. കാരണം എന്താണ്? വിശ്വാസമില്ലാത്ത കുറേ പേരെ സഹായികളാക്കിയതിന്, അവരുടെ ഉപദേശം കേട്ടതിന്. വിശ്വാസമില്ലാത്തവൻ്റെ ഉപദേശം കേൾക്കരുത്. പ്രാക്ടിക്കൽ ബുദ്ധിയൊക്കെ നല്ലതാണ്, പക്ഷേ എല്ലാ സമയത്തും അത് വർക്കൗട്ട് ആകരുത്. ഒരു ലീഡർഷിപ്പ് അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വളരെ ദീർഘിപ്പിച്ച് പറയുവാനായിട്ടല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, വിശ്വാസം എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയുമോ? കഴിയും. അവരവരുടെ ആവശ്യത്തിനുള്ള വിശ്വാസം. നീ ബലഹീനതകളുണ്ടെങ്കിൽ നമ്മളെ നടത്തുന്ന ലീഡേഴ്സ്, നമ്മളെ നടത്തുന്ന ശുശ്രൂഷകർ, നമ്മളെ നടത്തുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരായവർ, അവരുടെ വിശ്വാസം നമുക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. ദൈവം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.